അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കല്ല് ഉരുളുന്നത് കണ്ട് മനുഷ്യൻ ചിന്തിച്ചു. അവന്റെ ചിന്ത വികസിച്ച് ചക്രത്തിൽ എത്തി. ചക്രം വികസിച്ച് ലോകത്തോളം വികസിച്ചു. അത് പിന്നീട് ടെക്നോളജിയും ഇലക്ട്രോണിക്സിലേക്കും അങ്ങനെ വികസിച്ചുകൊണ്ടേയിരുന്നു. കല്ലിലും ഇലയിലും എഴുതി തുടങ്ങിയ മനുഷ്യർ ഇന്ന് വലിയ ഡാറ്റ വേൾഡിലേക്ക് വളർന്നു വികസിച്ചു കൊണ്ടിരുന്നു. പുഴയിലും ആറിലും മരത്തിൽ കയറി സഞ്ചരിക്കാമെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ ഇന്ന് ലോകം മുഴുവനും ബഹിരാകാശമടക്കമുള്ള വിശാലമായ ഇടങ്ങളിലേക്ക് സഞ്ചാരങ്ങൾ തുടങ്ങി. ഇങ്ങനെ ഘട്ടം ഘട്ടമായി വികാസങ്ങളും വികസനങ്ങളും സംഭവിച്ചാണ് ആധുനിക മനുഷ്യൻ രൂപപ്പെട്ടത്. ഡിജിറ്റൽ ഐഡന്റിറ്റിയെ കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്. ഓരോ കാലത്തും ഓരോ മനുഷ്യർ ഓരോ ഐഡന്റിറ്റിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് തൊഴിലുകളുടെ അടിസ്ഥാനത്തിൽ അറിയപ്പെട്ടിരുന്ന കാലമുണ്ടായിരുന്നു. അവരുടെ ജാതികളുടെ മേൽ അറിയപ്പെട്ടിരുന്ന കാലമുണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിന്റെ മേൽ അറിയപ്പെട്ടിരുന്ന കാലങ്ങളുണ്ട്. അതുപോലെ അവരുടെ ഭാഷ, താമസിക്കുന്ന സ്ഥലം, ഇങ്ങനെ പല ഐഡന്റിറ്റികളും ഓരോ കാലങ്ങളിലും മനുഷ്യൻ അറിയപ്പെട്ടിരുന്നു. അങ്ങനെ വരുമ്പോൾ ഐഡന്റിറ്റി എന്നുള്ളത് മനുഷ്യ തുടക്കത്തിന്റെ മുതൽ തന്നെ ഇന്നേ വരെ അറിയപ്പെട്ടിരിക്കുന്നത് ഏറ്റവും വലിയ പുതിയ കാലത്ത് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ അറിയപ്പെടുന്നത് ഡിജിറ്റൽ ഐഡന്റിറ്റിയിലാണ്. ഡിജിറ്റൽ വേൾഡിലെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ഹൈബ്രിഡ് റിയാലിറ്റിയിലാണ്. പകുതി യാഥാർത്ഥ്യവും പകുതി വിർച്വലുമായിട്ടുള്ള ഒരു ജീവിതത്തിൽ. അതാണ് പുതിയ കാലത്തിന്റെ ഡിജിറ്റൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ സോഷ്യൽ മീഡിയയും അയാളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും അയാൾ ഇടപെടുന്ന മേഖലകൾ, അയാൾ പോസ്റ്റ് ചെയ്യുന്ന അയാളുടെ കണ്ടന്റുകൾ, ഇത്തരത്തിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പുതിയൊരു വിർച്വൽ സെൽഫായിട്ട് രൂപപ്പെടുകയാണ്. ഇത് പലപ്പോഴും യഥാർത്ഥ ജീവിതത്തിന്റെ പ്രതിഫലനമല്ല, മറിച്ച് സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന, സ്വയം നെയ്തെടുക്കുന്ന കൃത്രിമമായ ഒരു പുതിയ ഐഡന്റിറ്റിയാണ്. അങ്ങനെ മനുഷ്യൻ ആദ്യമായി അവന്റെ ഐഡന്റിറ്റി പുതുതായി നിർമ്മിക്കുകയാണ്. ഡിജിറ്റൽ ഐഡന്റിറ്റിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാളുടെ സോഷ്യൽ മീഡിയ സാന്നിധ്യം, അയാളുടെ സ്റ്റാറ്റസുകൾ, ഇത് പലപ്പോഴും നാം കാണുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഹാപ്പിനെസ് മൊമെന്റ് മാത്രമായിരിക്കും. ഒരാളും ഇന്നേ വരെ അവരുടെ സാഡ്നെസ് അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊരു ജസ്റ്റ് ഒരു ഇമോജിയിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഡിജിറ്റലിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെയൊക്കെ മനോഭാവം പോലെ തന്നെ നാം ഈ കാണുന്ന ഹാപ്പിനെസ് വേൾഡ് എന്ന് നാം ധരിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ന് ഡിജിറ്റൽ മേഖലകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റികളും അതുപോലെ സെലിബ്രിറ്റികളാണെന്ന് പറഞ്ഞുകൊണ്ട് ലൈക്കും ഷെയറുകളും കാശ് വരെ കൊടുത്ത് കൂട്ടിക്കൊണ്ട് നടക്കുന്ന ഇവരുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നാം പോയി നോക്കിയാൽ വലിയ വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും ഒരു കടൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരിക്കലും അവരവരുടെ പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കുകയില്ല. കാരണം ആളുകൾക്ക് എന്നും വേണ്ടത് ലിബറൽ ചിന്തകളും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും. ഒരാൾ എത്രത്തോളം അവന്റെ ജീവിത നിലവാരം ഉയർത്തി കാണിക്കുന്നുവോ അത്രത്തോളം അവൻക്ക് സ്റ്റാൻഡേർഡുകൾ കൂടിക്കൊണ്ടു വരികയാണ്.
പഴയ കാലത്ത് സാധാരണ ഒരാളുടെ ഐഡന്റിറ്റി രൂപപ്പെട്ടു എന്നിരുന്നത് മുന്നേ പറഞ്ഞ പോലെ തന്നെ അവന്റെ കുടുംബം, അയാളുടെ ജീവിതം, സ്കൂൾ, പഠനം, പ്രൊഫഷൻ, ഇങ്ങനെ പെരുമാറ്റ രീതികളിലൂടെയായിരുന്നു. ഇത് യഥാർത്ഥ ജീവിതത്തിന്റെ റിഫ്ലക്ഷനായിട്ട് നമുക്ക് അന്ന് കാണാൻ സാധിക്കുമായിരുന്നു. ഇന്നൊരാൾ വന്നിട്ട് ഞാൻ ഇന്ന മേഖലയിൽ, ഇന്നൊരാൾ വന്നിട്ട് അയാളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ID കാണിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ് ഞാൻ ഇന്ന മേഖലയിലാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വരും. കാരണം ഡിജിറ്റൽ വേൾഡിൽ അയാൾ ഉപയോഗിക്കുന്ന ഐഡികൾ, അതുപോലെ തുടങ്ങിയ അദ്ദേഹത്തിന്റെ എല്ലാം മറ്റൊന്നായിരിക്കാൻ 99% സാധ്യതയുണ്ട്. ഇതിനൊരു ഉദാഹരണം ഇക്കഴിഞ്ഞ അടുത്ത് കുടുംബങ്ങൾക്ക്, കുടുംബത്തിന്റെ കെട്ടുറപ്പിന്, വീട്ടിലെ ഉമ്മയും ഉപ്പയുമായുള്ള ബന്ധത്തിന്, ഭാര്യയുമായി നല്ല സൗഹൃദം ഉണ്ടാകാൻ വേണ്ടി കുടുംബ ക്ലാസുകൾക്ക് മോട്ടിവേഷനായി പോകുന്ന ഒരാളുടെ വീഡിയോ വൈറലായി. എന്താണ് വീഡിയോ വൈറലായത്? അയാൾ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നു. എത്രയോ ആളുകളെ ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട് ഇദ്ദേഹത്തിന്റെ സൈക്കോളജി വീട്ടിൽ സ്വന്തം ഭാര്യയോടും ഉമ്മയോടും ഉപ്പയോടുമെല്ലാം ശ്രമിക്കുന്ന, അത് പയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കലഹം സംഭവിക്കുന്ന വീഡിയോ പുറത്തു വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു എന്ന് വെച്ചാൽ വിർച്വൽ ജീവിതവും സാധാരണ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം പരത്തുന്ന കാര്യം അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും അദ്ദേഹത്തിന് അത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. മറ്റൊന്നാണ് സംസ്കാരം. സംസ്കാരം എന്നത് തലമുറകളായി കൈമാറ്റപ്പെട്ടു വന്ന അനുഭവ സമാഹാരമായിരുന്നു. എന്നാൽ ഇന്ന് അത് ദൃശ്യ സമാഹാരമായി മാറിയിട്ടുണ്ട്. ഇന്ന് സംസ്കാരം എന്താണ്? ട്രെൻഡുകളും അതുപോലെ ട്രെൻഡുകൾ നിർണ്ണയിക്കുന്ന ഒന്നായി സംസ്കാരം മാറിയിട്ടുണ്ട്. അൽഗോരിതംസ് ആണ് ഇന്ന് സംസ്കാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരാളോട് പോയി ഒരു ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞാൽ അദ്ദേഹം നോർമൽ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ പറയും ഇത് 90s ഫോട്ടോയാണ്, ഇങ്ങനെയെല്ലാം. ഇന്നത്തെ ട്രെൻഡ് എന്താണ് ഫോട്ടോ എന്ന് അറിയുമോ? അതിന് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അതിന് ഇന്ന സ്ഥലങ്ങളിൽ പോയി എടുക്കേണ്ടതുണ്ട്, അതിന് ഇന്ന മൊബൈൽ യൂസ് ചെയ്യേണ്ടതുണ്ട്, അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് BGM കൊടുക്കേണ്ടതുണ്ട്, അതിന് #കൾ കൊടുക്കേണ്ടതുണ്ട്. ഇത് ഇങ്ങനെ ട്രെൻഡുകളാണ് ഇന്ന് സംസ്കാരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാന മാറ്റം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ ദൃശ്യ കേന്ദ്രങ്ങളായി വിഷ്വൽ സെൻട്രിക്കിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മാറുമ്പോൾ, നമ്മുടെ സംസ്കാരം മാറുമ്പോൾ ഡിജിറ്റൽ ലോകത്ത് മനുഷ്യൻ ജീവിക്കുകയല്ല, ജീവിക്കുന്നതായി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സൃഷ്ടിക്കുന്ന സാംസ്കാരിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഒതന്റിറ്റി ക്രൈസിസ് ഉണ്ട്. ഇതിലെന്താണ്? മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് മാത്രം രൂപം സൃഷ്ടിക്കാൻ അവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ സങ്കടങ്ങളെയും അവന്റെ വിഷമങ്ങളെയും അവൻ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. അത് സ്വയം ഒളിപ്പിച്ചു വെക്കുന്നു, അത് മറ്റുള്ളവരിൽ നിന്നും ഒളിപ്പിച്ചു വെക്കുന്നു. അതുപോലെ തന്നെ പെർഫോമിംഗ് കൾച്ചറാണ്. ഓരോരുത്തരും ഓരോന്നും അവരുടെ ജീവിതം ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഓരോ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ യാത്ര, അവരുടെ ഭക്ഷണം, ഇതെല്ലാം ഓരോ സമയവും തന്റെ വിർച്വൽ ഐഡിയിലൂടെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വിർച്വൽ ഐഡിയുടെ ഏറ്റവും ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൽ കണ്ടിന്യൂറ്റി നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ അവൻ ഫീൽഡ് ഔട്ട് ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിവസവും നമുക്ക് ഈ വിർച്വൽ ഐഡന്റിറ്റിയിൽ പ്രദർശിപ്പിക്കാതെ നമുക്ക് അന്ന് കിടന്നുറങ്ങാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ലൈഫ് ആസ് എ കണ്ടന്റ് പോലെയാണ്. നമ്മുടെ വീട്, നമ്മുടെ മൂല്യവത്തായ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സ്വകാര്യത, നമ്മുടെ ഭാര്യ, നമ്മുടെ വീട്, കുടുംബം, ഇത്തരത്തിൽ അടങ്ങിയിട്ടുള്ള സ്വകാര്യമായി നാം എന്തൊക്കെ കീപ്പ് ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ഇന്ന് കണ്ടന്റാണ്. ഒരാള് കല്യാണമുണ്ടെങ്കിൽ അത് കണ്ടന്റാക്കും. അതുപോലെ അവരുടെ ബർത്ത്ഡേ തുടങ്ങിയ എല്ലാ പരിപാടികളും കണ്ടന്റാണ്. എന്തിനധികം പറയുന്നു, ഒരാൾ ആക്സിഡന്റ് ആയാലും മരിച്ചാലും ഇന്ന് അത് കണ്ടന്റാണ്, അതിന് റീച്ചുണ്ട്. ഇത്തരത്തിലുള്ള വിർച്വൽ ഐഡികളിലൂടെ നാം പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വത്വത്തിന്റെ വിപരീതമായി നാം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പുതിയൊരു ഐഡന്റിറ്റിയാണ്.
ഇതിൽ മനഃശാസ്ത്രപരമായ പ്രതിഭാസങ്ങൾ, അതായത് സൈക്കോളജി ഡിമിനിഷൻസ് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അതിനു മുമ്പേ വാലിഡേഷൻ എക്കണോമിക്, അതായത് ലൈക്കുകളും ഷെയറുകളും കമന്റുകളും നേരത്തെ പറഞ്ഞ പോലെ കാശ് കൊടുത്തു വാങ്ങുന്ന ഒരു സമ്പ്രദായമുണ്ട്. നിങ്ങൾ ഇന്ന് 1000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 500 ലൈക്ക് കിട്ടും. നിങ്ങൾ 10,000 രൂപ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ 5000 ഫോളോവേഴ്സ് കയറിയിരിക്കും. അപ്പോൾ ഈ ഫോളോവേഴ്സിനും ലൈക്കിനും വേണ്ടി പണം ചെലവഴിക്കാൻ വരെ ഇവർ തയ്യാറാവുകയാണ്. ഇത് സൃഷ്ടിക്കുന്നത് മനുഷ്യന്റെ സെൽഫ് വർത്ത് കറൻസി ഈ ലൈക്കുകളും കമന്റുകളുമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്, ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ വരെ ചിലപ്പോൾ നമുക്ക് ആൻസൈറ്റി ഉണ്ടാക്കാം ഈ ഡിജിറ്റൽ വിർച്വൽ ലൈഫിൽ. നമ്മളൊരു പോസ്റ്റ് ചെയ്യുകയാണ്, അതിനുശേഷം നമ്മൾ ഈ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഇതെന്താണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയാൻ വേണ്ടി. ഇത്തരത്തിലുള്ള ഒരുപാട് ആൻസൈറ്റി ഡിസോർഡേഴ്സ് അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തതൊന്നാണ് കമ്പാരിസൺ കൾച്ചർ. സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ ഹൈലൈറ്റ്സ് റീൽസുകൾ കണ്ട് നമ്മുടെ ബിഹൈൻഡ് ദി സീൻസ് നമ്മൾ താരതമ്യം ചെയ്യുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരാളും അവരുടെ സാഡ്നെസ് അല്ലെങ്കിൽ ഏറ്റവും മോശം അവസ്ഥ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കുകയില്ല. അവരുടെ ഏറ്റവും നല്ല മൊമെന്റുകളായിരിക്കും അവർ അതിൽ പ്രദർശിപ്പിക്കുന്നത്. അത് കണ്ടിട്ട് നമ്മളുടെ ജീവിതം അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് നമ്മളിവിടെ. ഇതുപോലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വിർച്വൽ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഫ്രാഗ്മെന്റേഷൻ ഐഡന്റിറ്റി, അതായത് ഒരു വ്യക്തി പലതായി ജീവിക്കുന്നു. അയാളുടെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ അയാൾ ഒരാളായിരിക്കും, ഫേസ്ബുക്ക് തുറന്നാൽ അയാൾ മറ്റൊരാളായിരിക്കും. ഇനി പ്രൊഫഷണൽ മേഖലയിൽ ലിങ്ക്ഡിൻ പോലുള്ള സൈറ്റുകൾ തുറന്നു നോക്കിയാൽ അയാൾ മറ്റൊരാളായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഒരേ വ്യക്തി അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ 3 ആയിട്ടാണ് ജീവിക്കുന്നത്. ഇത് വലിയ പ്രശ്നമാണ്. അതുപോലെ ഡിജിറ്റൽ ജീവിതം ബന്ധങ്ങൾ വ്യാപകമാക്കിയെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അതിന്റെ യഥാർത്ഥ ബന്ധങ്ങളുടെ, നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബന്ധങ്ങളുടെ ആയം കുറച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ ആയം കുറയ്ക്കുന്നത്? നമ്മൾ സാധാരണ ടച്ച് ചെയ്തിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും നമ്മൾ ടെക്സ്റ്റിലേക്ക് മാറുകയുണ്ടായി. അതുപോലെ നമ്മുടെ പ്രസൻസിൽ നിന്നും നമ്മൾ റിയാക്ഷനുകളിലേക്ക് മാറി. കമ്മിറ്റ്മെന്റിൽ നിന്നും നമ്മൾ കൺവീനിയൻസിലേക്ക് മാറുകയുണ്ടായി. ഇത്തരത്തിൽ ഒരുപാട് ബന്ധങ്ങൾ നാം സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇസ്ലാമിൽ നമുക്കൊരു മനുഷ്യന്റെ ഐഡന്റിറ്റി നിർവചിക്കുന്നത് തഖ്വ ഏത് ഘട്ടത്തിലും അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്തുക എന്നതാണ്. നെയ്യത്ത്, അതായത് അവന്റെ ഇന്റൻഷൻ, ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ നെയ്യത്ത് എന്താണെന്ന് പോപ്പുലർ ആവുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ പേഴ്സണൽ ഐഡന്റിറ്റിയുടെ വികാസവും വികസനവും ലക്ഷ്യമെങ്കിൽ അതിന് കാര്യമില്ല. അഖ്ലാഖ്, നമ്മുടെ ഇടപെടൽ, പെരുമാറ്റം, സ്വഭാവം സാമൂഹ്യമായി എന്തെങ്കിലും ഉപകാരമുള്ളതാണെങ്കിൽ, അതല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ചെറിയ തോതിലെങ്കിലും ഉപകാരം ലഭിക്കുമെന്നുണ്ടെങ്കിൽ നമുക്കത് അനുവദിച്ചു കൊടുക്കാം. ഇന്ന അക്രമിനാക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മറ്റൊന്ന് നമുക്കിതിൽ പറയേണ്ടത് ഡിജിറ്റൽ നൈതികതയെ കുറിച്ചാണ്. ഡിജിറ്റൽ എത്തിക്സ്, വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ നൈതികത നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് സത്യസന്ധത, സ്വകാര്യ ബോധം, ഭാഷാ ഉത്തരവാദിത്വം, ദൃശ്യശുദ്ധി ഇതെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ ഡിജിറ്റൽ മേഖലയിൽ ബന്ധപ്പെടുന്നവരാണെങ്കിൽ സംരക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇത്. നമ്മൾ സത്യസന്ധമായിട്ട് മാത്രം അതിലൂടെ പ്രചരണങ്ങൾ നടത്തുക. നമ്മുടെ സ്വകാര്യ ബോധം നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളും നമ്മുടെ വീടും കുടുംബവും എല്ലാം കാണിക്കാനുള്ള മേഖലയല്ല ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാഷാ ഉത്തരവാദിത്തം, ഭാഷകൾ പ്രയോഗിക്കുമ്പോൾ ഈ ഡിജിറ്റൽ മേഖലകളിൽ നമ്മുടെ ഭാഷാ ശുദ്ധി വളരെയധികം പ്രധാനമാണ്. ഇന്ന് പല ഭാഷാ വിരുദ്ധമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നത് വരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. അതുപോലെ ദൃശ്യശുദ്ധി, ഏത് സ്ഥലങ്ങളിലേക്കും ഒരു ക്യാമറയുമായി പിടിച്ചങ്ങ് കയറി ചെല്ലാനുള്ള അവകാശം നമുക്കില്ല.
ആ ദൃശ്യശുദ്ധി നാം എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മളൊരു ഡിജിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതില്ലെങ്കിൽ ആ ഡിജിറ്റൽ വിർച്വൽ മേഖലയിൽ നമ്മൾ അതിന്റെ ഭാഗമാവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഡിജിറ്റൽ ലോകത്തെ നിഷേധിക്കുകയല്ല, അതിന് പരിഹാരമുണ്ട്. ബോധപൂർവമായ ഉപയോഗമാണ് അതിന്റെ പരിഹാരമെന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യൻ ഒരു പ്രൊഫൈലല്ല, ആത്മാവ് ഒരു കണ്ടന്റുമല്ല, മൂല്യങ്ങൾ ഒരു ട്രെൻഡല്ല. സ്ക്രീനിൽ നിർമ്മിക്കപ്പെടുന്ന ഐഡന്റിറ്റി കാലഹരണപ്പെടും. മൂല്യങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ഐഡന്റിറ്റി കാലാതീതമായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.